वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ടീച്ചേഴ്സിനും ഹരേ കൃഷ്ണ. ഞങ്ങള് ഇസ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ വരുന്നവരാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അതായത് ഹരേ കൃഷ്ണ ഹരേ രാമ എന്നൊരു പ്രസ്ഥാനം മലയാളത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ടോ അല്ലേ? അത് ശരിക്കും ഇസ്കോൺ എന്നാണ് അതിന്റെ പേര്. അതായത് നമുക്ക് കൃഷ്ണാവബോധം ഉണ്ടാക്കുക, ഭഗവത്ഗീത, ഭാഗവതം, ഉപനിഷത്തുകൾ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈ സൊസൈറ്റി. എല്ലാ ആൾക്കാരെയും ഇത് എല്ലാ ജീവാത്മാക്കളെയും, എല്ലാ ഹിന്ദു അങ്ങനെയൊന്നുമില്ല, എല്ലാ ജീവസത്തകളും ആരാണോ കൃഷ്ണ ഭഗവാനോട് അട്രാക്ഷൻ ഉള്ളവർ അവരെ അട്രാക്ട് ചെയ്ത് അവർക്ക് കൃഷ്ണന്റെ ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള സംഘടനയാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സൊസൈറ്റി. അപ്പൊ നമ്മളവിടെ തൃശ്ശൂരിലെ അയ്യന്തോൾ ബ്രാഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്, അവിടെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഗീതയുടെ ഗീതയെ കുറിച്ച് പറയാൻ കണ്ടിട്ടുണ്ട്. അപ്പോ സാറ് പറഞ്ഞത് കുറെ കാര്യങ്ങൾ ശരിയാണ്, കുറെ ചിരിച്ചു ഞങ്ങള്. സത്യമാണ്, കലിയുഗത്തിന്റെ ഒരു ദോഷമാണ് സാർ പറഞ്ഞത്. അതായത് കലിയുഗത്തിന് മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യ പ്രായേണ അല്പായുഷ സദ്യ. അതായത് നമുക്ക് കലിയുഗത്തില് ആയുസില്ല, മന്ദബുദ്ധികളാണ്. സത്യമാണ്, ഭാഗ്യമില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് അറിയില്ല. വേണ്ടാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യും, വേണ്ട കാര്യത്തിൽ ചെയ്യൂല. അതാണ് സാറ് പറഞ്ഞ പോലെ എല്ലാവരും ഓടും, പക്ഷെ എന്തിനാ ഓടി വെച്ച് കഴിഞ്ഞാൽ അതറിയില്ല എന്ന് പറയില്ല. അതാണ് നമ്മുടെ ഭാഗ്യക്കുറവാണ്. മറ്റ് യുഗങ്ങളിലെ ജനങ്ങൾ വളരെ ഭക്തിയുള്ളവരും ബുദ്ധിയുള്ളവരും ആയുസ്സുള്ളവരും ഒക്കെ ആയിരുന്നു. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാം. നമുക്ക് കലിയുഗത്തിൽ 99% പേർക്കും ഈ രീതിയിലെ ശുദ്ധ എന്ന് പറയുന്നത്, അതായത് ഒരു ശുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിലുള്ളവർ എന്നാണ് ഈ ശുദ്ധ എന്നുള്ള വാക്യം. ഒരു അറിവുമില്ല, എന്തിനാ ജനിച്ചതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ നിന്ന് പ്രായേണ അല്പായുഷ, ആയുസില്ല, കലഹപ്രിയരാണ്, പിന്നെ മന്ദഭാഗ്യം, ഭാഗ്യമില്ലാത്തവരാണ്, പിന്നെ എന്താ പറയാ ധനമില്ലാത്തവരാണ്, മനഃശാന്തി ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വ്യാസ മഹർഷി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ആണ് ഭാഗവതം എഴുതി. നമുക്ക് വേണ്ടിയാണ് ഭാഗവതം, ഭഗവത്ഗീത എല്ലാം എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളെല്ലാം കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടാണ്. കാരണം എന്താ, നമുക്ക് ഓർമ്മയില്ല. പണ്ടൊക്കെ വെച്ചാൽ ശ്രുതി സ്മൃതി ഇതൊക്കെ അവർ ഓർത്ത് വെച്ചിട്ടാണ്. നാരദ മഹർഷി അവരൊക്കെ ക്ലാസ്സിലൊക്കെ 16,000 18,000 ശ്ലോകം ഓർത്ത് വെക്കുമായിരുന്നു ക്ലാസ്സിലേക്ക്. നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല അല്ലേ? ഇന്നലെ തന്നെ എന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അത്രയ്ക്ക് ഓർമ്മശക്തി കുറവായതുകൊണ്ട് നമുക്ക് ഗ്രന്ഥ രൂപത്തിലാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. ഭഗവത്ഗീത, ഭാഗവതം. എന്താ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവത്ഗീത ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞത്, ഭഗവാന്റെ വായിൽ നിന്ന് അർജുനോട് നേരിട്ട് സംസാരിച്ച കാര്യം. ഭാഗവതം ഭക്തന് പറയണതാണ്, പക്ഷെ ഭഗവത്ഗീത ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലെ ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഒരു ഉപകരണം, ഇപ്പൊ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു മാനുവല് കൂടെ ഉണ്ടാവും. അത് എങ്ങനെയൊക്കെ ചെയ്യാം, ഈ വയർ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ, എന്നാലേ നമുക്ക് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളുടെ ജീവിതം, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ബ്രഹ്മാവ് കൂടെ തന്നിട്ടാണ് ഇതെല്ലാം. എന്ത് ഭഗവത്ഗീത, ഭാഗവതത്തിന്റെ അത് നമ്മുടെ ജീവിതത്തിന്റെ മാനുവലാണ്.
അത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഭഗവത്ഗീതയിലുണ്ട്. ആ രീതി പ്രകാരം നമ്മൾ ജീവിക്കണം. അപ്പൊ ആ മാനുവൽ അനുസരിച്ച് പോകുമ്പോൾ ആ ഉപകരണത്തിന് ഒരു കേടുണ്ടാവില്ല. നമ്മുടെ ഇഷ്ടത്തിന് ആ മാനുവൽ ഒന്നും നോക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഉപകരണം കേടുവരും, അല്ലേ? അത് ശരിക്കും പ്രവർത്തിക്കൂല. അതുപോലെ നമ്മൾ മനുഷ്യരെ സൃഷ്ടി നടത്തിയപ്പോൾ ആ സൃഷ്ടിയുടെ ലക്ഷ്യം ഒന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഈ സൃഷ്ടി ശരിക്കും പോകണമെങ്കിൽ ആ മാനുവൽ അനുസരിച്ച് ജീവിക്കണം, ധർമ്മം അനുസരിച്ച് ജീവിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലക്ഷ്യത്തിൽ ഓരോ ഉപകരണമാണല്ലോ, നമ്മളെല്ലാം ആത്മാവിന്റെ ഉപകരണമാണ് ഈ ശരീരം. ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ആ മാനുവൽ അനുസരിച്ചാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ പല രീതിയിലായിട്ട് പോകും. അപ്പോ ഗീതയില് ഭഗവാൻ അർജുനന്റെ വിഷമം വന്നപ്പോ പറയുന്ന കാര്യങ്ങളാണ് ഗീത. ഈ ആത്മാവല്ല, ശരീരമല്ല ആത്മാവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ചിട്ട് ഗീതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ ഇവൻ ബൈബിൾ ആണെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ അയൽക്കാരെ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക, അല്ലെ? നീ കഴിച്ചില്ലെങ്കിലും അവൾക്ക് കഴിക്കാൻ കൊടുക്കുക, നീ ഉണ്ടില്ലെങ്കിലും അവൾക്ക് ഊണ് കൊടുക്കണം, അവളെ ഊട്ടണം. അങ്ങനെ പിന്നെ മാത്രമല്ല ഉറുമ്പിനെ പോലെ ശേഖരിച്ചു വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ്, അല്ലേ? നമ്മൾ വായിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഭൗതികമായിട്ട് നമ്മളെ സ്വസ്ഥമായി ജീവിക്കാനുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇവൻ ഖുറാനില് പറയുന്നത്, ഞാനത് വായിച്ചിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, നഖം വെട്ടുക, കുളിക്കുക, വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞത് ബേസിക് ലെവൽ കാര്യങ്ങൾ, ശരീരം ശുചിയാക്കാൻ വേണ്ടിയുള്ള ബേസിക് കാര്യങ്ങളാണ് ഖുറാനിലൊക്കെ പറയുന്നത്. ബൈബിളിൽ പറയണതോ നമ്മൾ എങ്ങനെ സമൂഹത്തിൽ സന്തോഷമായിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാന്ന് പറയുന്നത്. ഗീത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗീതയിൽ ശരീര സംബന്ധിയായിട്ട് പറയില്ല. അർജുന തുടങ്ങുന്ന അർജുന, നീ ശരീരമല്ല, നീ ആത്മാവാകുന്നു. ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് ലെവൽ വിട്ടു, ശരീരബോധം വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? നീ ശരീരമേ അല്ല അർജുന, ശരീര സംബന്ധിയാണ് ഒന്നും നിന്റെ അല്ല, നീ ആരാണ്? ആത്മാവാണ്. ഈ ആത്മാവ് എവിടുന്ന് വന്നു? ആത്മാവ് എവിടെ നിന്നു? നീ എന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ. ഇതൊക്കെ ഞാൻ ഗീത എന്ന് പറയാം കേട്ടോ. ഗീത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാം എല്ലാവർക്കും. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃശാണിന്ദ്രിയാണി പ്രകൃതി സാഹി. അല്ലയോ അർജുന, നിങ്ങളെല്ലാവരും ഈ ജീവജാലങ്ങളെല്ലാം എന്റെ അംശമാണ്. പക്ഷേ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാവരും കഷ്ടപ്പെടുകയാണ് എന്ന് ഗീതയിൽ പറയുന്നു, അല്ലെ? അപ്പൊ ഗീതയിൽ അർജുനന് ഭഗവാൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഉപദേശിക്കുകയാണ്. എന്താണ്? യുദ്ധം ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു അവസ്ഥ വന്നു. യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാണ് ഗീത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരുത്തേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അധർമ്മം വല്ലാണ്ട് കൊടികുത്തി വാഴുമ്പോ അതിന് വിജയിക്കാൻ ചിലപ്പോൾ നമ്മള് ശസ്ത്രം എടുക്കേണ്ടി വരും. നമ്മൾ പൊതുവെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനത്തിന്റെ ആൾക്കാരാണ്. ഒരിക്കലും ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാൻ ഇഷ്ടപ്പെടില്ലേ? സത്യല്ലേ? ഒരു ഉറുമ്പ് പെടനെ കണ്ടു കഴിഞ്ഞാൽ ആ ഹൃദയം വേദിക്കും നമ്മളെ, അല്ലെ? നമുക്കൊരു ജീവജാലങ്ങൾ വിഷമിക്കുന്ന കണ്ടുകൂടാ. ഈ സനാതന ധർമ്മ പ്രോജനം ആരുടെയും ഒരവസ്ഥ അതാണ്. പക്ഷെ പിന്നെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ അർജുനോട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചിലപ്പോൾ അധർമ്മം ഒരുപാട് ശക്തി പ്രാപിക്കുമ്പോൾ ജീവാത്മാക്കളെ രക്ഷിക്കാനായിട്ട് നീ ശസ്ത്രം എടുക്കേണ്ടി വരും. അത് ഉപദേശിക്കുന്നത് ആണ് അർജുനൻ. അതിന് നമ്മൾ യുദ്ധത്തിനെ, നമ്മുടെ ആൾക്കാരുണ്ട് വിവരമില്ലാതെ പറയാന് ഭഗവാൻ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാതെ എത്ര ഭഗവാൻ പോയിട്ട് പറഞ്ഞു ദുര്യോധനോട്. ശാന്തിദൂത് എത്ര പറഞ്ഞു? അറ്റ്ലീസ്റ്റ് 5 ഗ്രാമം അവർക്ക് കൊടുത്താൽ മതി, രാജ്യമൊന്നും വേണ്ട. ഇനി അവസാനം പറഞ്ഞു ഒരു വീട് എല്ലാവരും കൂടെ കൊടുത്താൽ മതി പറഞ്ഞു. ഭഗവാൻ മാക്സിമം താഴെയാണ്, അല്ലെ? ഒരു വീട്ടിൽ 5 പേരോട് താമസിച്ചോട്ടെ, അവർ അതിൽ തൃപ്തിയാവും. കാരണം എന്റെ ഭക്തർ അത്രയും തൃപ്തരാണ്. ഒന്നുമില്ലെങ്കിൽ തൃപ്തിയായിട്ട് ജീവിക്കാൻ എന്റെ ഭക്തർക്ക് സാധിക്കും. അതാണ് ഭഗവാൻ അറ്റ്ലീസ്റ്റ് ഒരു വീട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ എന്താ പറഞ്ഞ? ഒരു സൂചി കുത്താനുള്ള പഴുത് ഇടാൻ ഞാൻ കൊടുത്തില്ല. ആ ദുർവാശി കാരണമാണ് ഭഗവാൻ ദേഷ്യം, അല്ലെ? അതുകൊണ്ടാണ് ആ യുദ്ധം ചെയ്തത്. വെറുതെ നാളെ യുദ്ധം ചെയ്തല്ല ഭഗവാന്റെ സ്വഭാവം. അത് നമുക്ക് ഗീതയിൽ നിന്ന് പഠിക്കണം. പിന്നെ കർണനെ കുറിച്ച് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. കർണൻ നല്ലവരല്ലേ, ധ്യാനം ചെയ്യണമല്ലേ? സത്യമാണ്. നമ്മുടെ ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്, ധാർമ്മിക രീതിയിൽ ജീവിക്കാൻ പറ്റിയ അവസരമാണ്. ആ അവസരം കർണൻ എങ്ങനെയാ ചെയ്തു നോക്കുക? കർണൻ ഒരുപാട് ഇൻസൾട്ട് ഉണ്ടായി. അമ്മ ഉപേക്ഷിച്ചു, ഒരു ഇൻസൾട്ട്, അല്ലെ? അത് കഴിഞ്ഞ് അദ്ദേഹം സൂതപുത്രനാണെന്നുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാതെ ഇൻസൾട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ഉടൻ വൃത്തികേടായ ആൾക്കാരോട് കൂടി തെറ്റ് ചെയ്യാണോ ചെയ്യാം? ഇൻസൾട്ട് വന്നാൽ അതാണ് പരീക്ഷണം. നമ്മൾ കർണൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. ഒരു ആർക്കെങ്കിലും അറിയോ? കർണൻ വലിയ ദാനധർമ്മിയാണ്, ഒക്കെ സത്യമാണ്.
കാരണം പരാജയപ്പെട്ടത് എവിടെയെന്ന് മനസ്സിലായി. നമുക്ക് നിരന്തരം പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളെ പട്ടിണി കിടത്തുമ്പോ നമ്മൾ ധർമ്മത്തിലൂടെ ജീവിക്കണ്ടോ ഇല്ലയോ? ഈ പരീക്ഷണമാണ് ഭഗവാൻ, പ്രകൃതി, അഷ്ടദിക്പാലകർ, സൂര്യ, ചന്ദ്ര, വരുണ, അവരൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ആരും കാണില്ല എന്ന്. പക്ഷെ നമ്മൾ നടക്കണതും ചിന്തിക്കണതും പറയുന്ന എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ കർണനെ കുറിച്ച് സംശയമുള്ളവർക്ക് ഇതോടുകൂടെ മാറുന്നുള്ളൂ. കാരണം നമുക്ക് ജീവിതത്തിൽ ഇൻസൾട്ടിങ് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ധർമ്മം വിടല്ല വേണ്ട. എന്തവസ്ഥ വന്നാലും ധർമ്മത്തിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം. അതിലൊരു ഉദാഹരണമാണ് കുചേലൻ എന്ന് നമ്മൾ പറയും അല്ലെ. കുചേലദിനം കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ അത്രയും കഷ്ടം ആർക്കാ വന്നത്? സ്വന്തം എത്രയോ 5 or 10 മക്കളുണ്ട്. അത്രയും മക്കള് വർഷങ്ങളായിട്ട് പട്ടിണി കിടക്കാണ്. ഒരു ദിവസമല്ല. നമ്മൾ ഒരു ദിവസം പട്ടിണി കിടന്നപ്പോ തലവേദന എടുത്ത് എനിക്ക് വയ്യാണ്ടായിരുന്നല്ലേ. ഇന്നലെ കുറച്ച് നേരം ടൈം തെറ്റി ആഹാരം കഴിച്ചതിന് തലവേദന എടുത്തിട്ട് പറ്റിണ്ടായിരുന്നു. നമ്മുടെ അവസ്ഥയാണ്. അപ്പൊ സ്വന്തം മക്കളും ഭാര്യ കൺമുന്നില് വർഷങ്ങളോളം പട്ടിണി കിടന്നിട്ടും ആള് അധർമ്മം ചെയ്തോ? അതാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? രാജാവിന്റെ മുഖത്തിൽ പാടിയ എനിക്ക് കുറെ സ്വർണം കിട്ടും, അതിങ്ങനെ പട്ടിണി കിടന്ന് വിഷമിക്കണ്ടെന്ന് പറയും. പക്ഷെ കുചേലൻ അത് ചെയ്തോ? ഇല്ല. ഞാൻ എന്റെ ഹരിയെ മാത്രമേ ഹരി ഹരി ഇത് മാത്രമേ ആള് പറയും. ഹരിയെ ഭജിക്കൂ, ഹരിയെ ഭജിക്കൂ. നീ പട്ടിണി കിടന്നിട്ട് ആൾക്ക് ഒരു അനുഭവം കിട്ടുന്നില്ല. എന്നിട്ട് ആള് പറയുന്ന ഹരിയെ ഭജിക്കൂ. എന്താ വെച്ചാൽ ഞാൻ എന്റെ സാഹചര്യം എന്നെ എത്ര പ്രഷർ ചെയ്താലും ഞാൻ എന്റെ ധർമ്മം വിട്ട് പെരുമാറില്ല. അപ്പൊ ആരാണ് അവിടെ വിജയിച്ചത്? കർണനെ നോക്കാം, കുചേലനെ നോക്കാം. രണ്ടുപേർക്കും പരീക്ഷണം കൊടുത്തു ഭഗവാൻ. പക്ഷെ കുചേലൻ വിജയിച്ചു. അദ്ദേഹം ധർമ്മം വിട്ടിട്ട് ആ അധർമ്മ മാർഗത്തിലേക്ക് പോയില്ല. പക്ഷെ കർണന് വന്നിട്ട് ഇൻസൾട്ടിങ് വന്നതോടുകൂടി കർണൻ നേരെ ദുര്യോധനോടുകൂടി സൂത എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ എന്നെ ആരാണ് ഉയർത്തുന്ന ആളോട് പോയി. നമ്മൾ ഉയർത്തുന്ന ധർമ്മിച്ചനാണോ നോക്കണം നമ്മൾ, വേണ്ടേ? ഇതൊക്കെ നമ്മൾ ഗീതയിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗീതയിൽ നിന്ന് പഠിക്കാറുണ്ട്. അത് നമ്മൾ സ്വയം വായിച്ചാൽ മനസ്സിലാവില്ല അല്ലെ. എങ്ങനെ ആ ഗീതയിലെ തന്നെ 1ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയട്ടെ. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കൃഷ്ണ ഭക്തരിലൂടെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇസ്കോൺ സ്ഥാപിച്ചത് ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദ എന്നൊരു മഹാഭക്തനുണ്ട്. അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്. അദ്ദേഹം ആ ഭക്തനാണ് ഈ ഗീത ഭാവാർത്ഥം എഴുതിയിട്ട് നമുക്ക് പലതും മനസ്സിലാവില്ല. നമുക്ക് അവർ എഴുതിയത് എന്താണ്, അത് ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഭക്തനിലൂടെ ഞങ്ങൾ പഠിക്കുന്നത് ഗീത. അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രശ്നം വന്നാലും നമ്മുടെ ധർമ്മം വിട്ടു മാറില്ല. എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലവർ പറയും നമുക്ക് പൈസ കൊണ്ട് നശിക്കും, നിങ്ങൾക്ക് കാശ് തരാം, നിങ്ങൾ മതം മാറുക. ചിലപ്പോൾ മതം മാറും. മതം മാറുന്നവരുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞു. ഹിന്ദുസ് ഇഷ്ടം പോലെ മതം മാറുന്നത്. എന്തുകൊണ്ടാണ് മതം മാറുന്നത്? ഹരേ കൃഷ്ണ ബോളടിക്കല്ലോ. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാ എന്താ പറഞ്ഞു വന്ന് നമ്മളിപ്പോ മതം മാറും. മതം പ്രശ്നമല്ല. ഏത് മതത്തിലായാലും ഈശ്വര സ്നേഹമാണ്. നമ്മുടെ എവിടെ ഇരുന്നാലും നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാം. ഈശ്വരൻ ആരാന്നറിയാം, അവരെ സ്നേഹിക്കുക. ഇതാണ് മതത്തിന്റെ അർത്ഥം. അതിന് മാറ്റത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മാറുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് അല്ലെ നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഈശ്വര സ്നേഹമൊന്നുമല്ല. എവിടെന്നാ കുറച്ച് പൈസ കിട്ടുന്നത്, എവിടെന്നാ കുറച്ച് ഐശ്വര്യം കിട്ടുന്നത്, അവിടേക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ബേസിക് ഇല്ലാത്തവരാന്ന് അർത്ഥം. ബേസ് പറഞ്ഞാൽ എന്താ? ഞാൻ ആരാണ്, ഞാൻ ഇന്ന ആളാണ്. എന്റെ വീട്ടിൽ പട്ടിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീട്ടിൽ അച്ഛനമ്മയൊന്നും സ്വീകരിക്കാൻ പാടില്ല അല്ലെ. എന്റെ അമ്മയ്ക്ക് അച്ഛൻ അത് വിധിച്ചിട്ട് അതല്ലേ ആ ഒരു രീതി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ പട്ടിണി മാത്രമല്ല പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിത അവസാനം വരെ നേരിടേണ്ടി വരും. ഈ ലോകത്ത് പ്രത്യേകിച്ച് കലിയുഗത്തില് എല്ലാം തരത്തില് നമുക്ക് ജോലി സംബന്ധമായിട്ട്, ആരോഗ്യ സംബന്ധമായിട്ട്, കുടുംബ സംബന്ധമായിട്ട് സാറ് പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഗീതയിലുണ്ട്. രാഷ്ട്രീയ പ്രശ്നം, സാമൂഹിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും ഗീത വൃത്തിയായിട്ട് വായിക്കുക, നമ്മൾ പഠിക്കുക, അത് മനസ്സിലാക്കി ആചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണം എന്താ പറയുക? ധൈര്യമാണ് ഉണ്ടാവുക. ഏത് അവസ്ഥയിലും ഇത് നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കോടീശ്വരനാവോ അല്ല ചെയ്യുന്നത്. കോടീശ്വരൻ തന്നെയാണ് ഗീതയുള്ളവര്. അത് ഭഗവാനുള്ള ധനമാണ് ഭക്തർക്ക് ഉണ്ടാവുക. അതിലും വലിയൊരു ധനമില്ല. കാരണം കംപ്ലീറ്റ് സൃഷ്ടിയുടെ സുപ്രീം കൺട്രോളർ കൃഷ്ണ, എല്ലാ സൃഷ്ടിയുടെയും അല്ലെ അധികാരി, അദ്ദേഹത്തിന്റെ ഭക്തനാവാന്ന് പറയുമ്പോ തന്നെ എന്താണ് നമ്മൾ വലിയ കോടീശ്വരൻ തന്നെയല്ലേ? അതിലെന്താ സംശയം? പ്രപഞ്ചത്തിന്റെ അധിപതിയുടെ തൊട്ടടുത്ത ആളാണ് നമ്മളെങ്കിലും പിന്നെ നമ്മൾ ആടെ ബന്ധമല്ലേ?
അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ ബേസിക് ഞാൻ ആരാണെന്ന് പഠിക്കുക. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് സെക്കൻഡ് ചാപ്റ്റർ ഗീതയിൽ പഠിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ട് അർജുനൻ വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന ഭാഗമാണ്. സെക്കൻഡ് ചാപ്റ്ററിലാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, അർജുന നീ വിഷമിക്കേണ്ട, നിനക്ക് എങ്ങനെ വിഷം നിനക്ക് വന്നു പെട്ടു? ഇതൊന്നും ആര്യന്മാർക്ക് യോജിച്ചല്ല, സംസ്കാരമുള്ളവർക്ക് യോജിച്ച പ്രവൃത്തിയല്ല നീ ചെയ്യുന്നത്. നീ ശരീരമല്ല അർജുന, ഈ കാണുന്ന രാജാക്കന്മാരും നീയും ഞാനും പണ്ടേ ഉള്ളതാണ്. ഇന്നുകൊണ്ട് എന്തുകൊണ്ടാവില്ല, കൊല്ലാൻ നിന്നെ കൊണ്ടാവില്ല. നീ കൊല്ലുന്നത് നീ വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. ഇവർക്ക് എന്ത് സംഭവിക്കുന്നത്? നീ വെറും എന്റെ ഉപകരണം മാത്രമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജോലി എന്താ വെച്ചാൽ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള മാനുവല് നമ്മൾ വൃത്തിയായി പഠിക്കാം അല്ലെ. പഠിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളെ ഭയങ്കര നല്ല ബേസിക്കുള്ള ആളുകളായിട്ട് ജീവിക്കാം, നാമം ജപിച്ചോണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഒരു ശ്ലോകം പറയുന്നത്, അത് കണ്ട് നമുക്ക് നിർത്താം. ഋഷഭദേവൻ ഒരു മഹായോഗിയാണ്, ഭക്തനാണ്, കൃഷ്ണന്റെ അവതാരമാണ്. അദ്ദേഹം ഒരു ശ്ലോകം, അതായത് ഒരു കാര്യം പറയുന്നുണ്ട് മക്കളോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു ന സസ്യ ജനോ ന സസ്യ, ഇതാണ് ശ്ലോകമാണ്. വാക്യം പിതാന സസ്യാത് ജനനീന സസ്യാത് ദൈവം ന സസ്യാത് പതിശ്ചന സസ്യാത് മോചയേവ്യ സമുപേത മൃത്യം. അതായത് ആവർത്തിച്ചുള്ള ജനനമരണ പാതയിൽ നിന്ന് തന്റെ ആശ്രിതരെ വിടുവിക്കാൻ കഴിയാത്ത ഒരാൾ ഒരിക്കലും ആത്മീയ ഗുരുവോ പിതാവോ ഭർത്താവോ മാതാവോ ആരാധനായോഗ്യനായ ദേവനോ ആകരുത്. എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗുരു ആവരുത്. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കീഴിൽ വരുന്ന കുട്ടികളെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, അവരെ ജനന മരണ ചക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാവരുത്? ഒരു ഗുരു ആവരുത്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ കടമയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നന്നായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ ഗീത പഠിപ്പിക്കുന്നത്, രാമായണം പഠിപ്പിക്കുന്നത്, അതാണ് ആവശ്യം. നമുക്ക് ആൾക്കാർക്ക് അറിയില്ല, കുറെ പൈസയാണ് ആവശ്യം, കുറെ ഡിഗ്രിയാണ് ആവശ്യം, എല്ലാവരും വിചാരിക്കും. പ്രശ്നം വരുമ്പോൾ അറിയാം ഇതൊന്നും നമ്മളെ സഹായിക്കില്ല. പൈസയോ ഡിഗ്രികളോ നമുക്ക് യഥാർത്ഥ പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ സഹായിക്കില്ല. അത് ഈശ്വരൻ തന്നെ സഹായം ഉണ്ടാവുള്ളൂ. അതിനാദ്യം ഭക്തി വളർത്തണം ഇതിന്റെ കൂടെ. പിന്നെ ഒരു അച്ഛന് സ്വന്തം മക്കളെ ജനന മരണ ചക്രത്തിൽ നിന്ന് ഉയർത്താൻ പറ്റുന്ന അദ്ദേഹം അച്ഛനാകരുതെന്നാണ് ഋഷഭദേവൻ പറഞ്ഞത്. ഒരു അമ്മയുടെ കുട്ടികളെ ഭക്തിയിൽ വളർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു അമ്മയാകരുത്. ഒരു നേതൃത്വം, ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന പ്രജകളെ ആ ജനന മരണ ചക്രത്തിൽ നിന്ന് ഉയർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു ജനനേതാവാകരുത് എന്ന് ഋഷഭദേവൻ പറയുന്നത്. ആ ഋഷഭദേവൻ സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണത്. അപ്പൊ ഗീത നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും വായിക്കാം അല്ലെ, പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഫലം എന്താണെന്നറിയോ? നമ്മുടെ ദൃഢതയാണ് ജീവിതത്തില്. എന്തെങ്കിലും വേണ്ട നമുക്ക് സന്തോഷിക്കാൻ. നമുക്ക് ഭഗവാന് നമ്മുടെ ദൃഢത, നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഞാൻ സാധാരണ ഒരാളല്ല, എന്റെ കൃഷ്ണന്റെ അംശമാണ് അല്ലെ. എനിക്ക് എന്താണോ വിധിച്ചത് എന്റെ മുൻജന്മ കർമ്മ അനുസരിച്ചിട്ട് ഒരുപാട് ജന്മജന്മാന്തരങ്ങളെ നമ്മൾ ശരീരം എടുക്കണോ, ആ കർമ്മ അനുസരിച്ച് നമ്മൾ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലമായിട്ട് നല്ലതും ചീത്തയൊക്കെ നമുക്ക് വരും. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നല്ലത് വരുമ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുക, ചീത്ത വരുമ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുക. നല്ലത് വരുമ്പോൾ ഞാൻ ഭക്തരാണ്, ചീത്ത വരുമ്പോൾ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് വേറെ എങ്ങനെയെങ്കിലും പോകും, വേറെ എന്തെങ്കിലും ശാപം സേവയൊക്കെ ചെയ്ത് ചീത്ത. അങ്ങനെയല്ല അല്ലെ. ദൃഢഭക്തി, നമ്മളൊന്ന് അവ്യഭിചാരേണ, നമുക്ക് വ്യവസായാത്മിക ബുദ്ധി ലേഖേഹ കുരുനന്ദന, ഒരേ സ്ഥിര ബുദ്ധി ഉണ്ടാവണം. നമുക്ക് വ്യഭിചാര ഭക്തി പാടില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലും ഉറക്കാത്ത സ്ത്രീകളാണ് വ്യഭിചാരികൾ എന്ന് പറയുന്നത് അല്ലെ. അവ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദൃഢ പതിവ്രത, അവരെയാണ് അവ്യഭിചാരം. അപ്പൊ നമ്മുടെ ഭക്തി അങ്ങനെ ആയിരിക്കണം. നമുക്ക് ഇന്ന് എവിടെ നിന്ന് കിട്ടുന്ന അവിടെ ഒരു ഭക്തി, അതിന് നാളെ എവിടെ നിന്ന് പോരാ പറഞ്ഞ വേറൊരു ഭക്തി, അങ്ങനെയല്ല. ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുക. അത് ഗീതയിലൂടെ ഭാഗവത്തിലൂടെ നമുക്കറിയാം. 12 മഹാജനങ്ങളുണ്ട്. ശിവ, വ്യാസ മഹർഷി, ശുഗ മഹർഷി, പിന്നെ ആരാണ്? ബ്രഹ്മാവ്, കുമാരന്മാര്, പ്രഹ്ലാദ മഹാരാജ, ബലി മഹാരാജ, ഇതിലൊക്കെ 12 മഹാജനങ്ങളിൽപ്പെട്ടവരാണ്. ഇതിന് പറയും ശിവ, നാരദ, അവരൊക്കെ പറയുന്നുണ്ട്. എന്താണ്? ഇവര് 12 മഹാജനങ്ങളാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ. ഇവര് പറയേണ്ട ആരാ? ഈശ്വരൻ. കാരണം അവരാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളത്. ബ്രഹ്മാവ് പറയുമ്പോൾ ബ്രഹ്മസംഹിതയിൽ എന്താ പറയുന്നത്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം.
പരമമായ ഈശ്വരൻ കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിൽ നിന്നുണ്ടായ വിസ്തരണങ്ങളാണ്. ശിവൻ പോലും സംഹരിക്കാനായിട്ട് കൃഷ്ണനിൽ നിന്നുണ്ടാവുന്ന അവതാരമാണ്. അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിവൻ രുദ്രഗീതം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചാലേ നമുക്ക് അറിയാം. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആരാ ഈശ്വരൻ, ആരാ ഗണപതി, സരസ്വതി ഒന്നും നോക്കല്ല. അവരൊക്കെ ഭഗവാന്റെ സെർവൻസ് ആണ്. അതായത് നമ്മുടെ മന്ത്രി, പ്രധാനമന്ത്രി ഓരോരോ വകുപ്പ് തല മന്ത്രിമാരെ നിയോഗിച്ചിട്ടുള്ള പോലെ അഷ്ടദിക്പാലകര്, സൂര്യ, ചന്ദ്ര, വരുണ, ഇവരെല്ലാം പ്രപഞ്ച ഭരണാധികാരികളാണ്. പ്രപഞ്ചത്തിന്റെ ഭരണാധികാരികളാണ് എല്ലാ ദേവീദേവന്മാരും. വിദ്യയുടെ ദേവിയാണ് സരസ്വതി മാതാവ്. ശിവപാർവതിമാര് നല്ല കുടുംബ ജീവിതത്തിന്റെ ദേവീദേവന്മാരാണ്. അങ്ങനെ ഓരോ 33 കോടി ദേവീദേവന്മാര് നമുക്കുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയണ്ടേ, ആ സ്ഥാനം ആരാണെന്ന് അറിയണം. നമുക്ക് കൺഫ്യൂഷനാണ്. എന്തുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ, നമുക്ക് ബേസിക് ഒന്നും അറിയില്ല. അപ്പൊ വേറൊരു ആൾക്കാർ വന്ന് പറയും, നിങ്ങൾക്ക് എത്ര ഈശ്വരന്മാരുടെ ചോദിച്ചു. അതോടുകൂടി നമ്മൾ കഴിഞ്ഞു, ഞാൻ മതം മാറാൻ പോയി, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, പോയി. ഗണപതി ആരാ ഒന്നും അർത്ഥം അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഉടൻ നമ്മൾ അവര് പറഞ്ഞാൽ ചെയ്യുമ്പോട്ട് അവർക്കും അറിയാം നമുക്കൊന്നും അറിയില്ല. അത് കാരണം അവരിങ്ങനെ ഇസ്കോൺ ഡിവോട്ടീസിനോട് ഒരു വ്യക്തിയോട് വന്ന് പറയില്ല, നിങ്ങള് ഞങ്ങൾ അവരെ കൃത്യമായി പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയാം അല്ലെ. അവര് മോശമൊന്നുമില്ല, എല്ലാവരും നല്ല തന്നെ. അവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ വൃത്തിയായി പഠിക്കാം. അമ്മ അതൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലെ. നമ്മൾ മറ്റൊരാളെ മോശമാക്കാനല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ നമ്മളെ മനസ്സിലാക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ ആരാന്നാ പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ് ഗീതയിൽ പറഞ്ഞത്. അപ്പൊ ഭഗവത്ഗീത യഥാരൂപം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കണം. ഇതിന്റെ പൈസ നിങ്ങൾ കണക്കാക്കരുത്, ഇതിന്റെ മൂല്യം എത്രയാണെന്ന്. ഞാൻ 2000-ലാണ് ഇത് കിട്ടിയത്. 2004 സ്കൂൾ ലൈബ്രറിയിലായിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ലൈബ്രറി അടുക്കി വെക്കുമ്പോൾ ഒരു പുസ്തകം എന്റെ മേലെ വന്നിരിക്കും. അന്നാണ് ഗീത എന്താന്ന് വായിച്ചത്. അന്നാണ് എനിക്ക് മാറ്റം ഉണ്ടായത്. അതുവരെ നമ്മൾ സാധാരണ എല്ലാവരും പോയി തോന്നും, എന്താണെന്നൊന്നും അറിയില്ല, കുറെ നല്ലത് വരണേ പ്രാർത്ഥിക്കും, ഒരു വസ്തു അറിയില്ലായിരുന്നു. പക്ഷെ ഗീത വായിച്ചപ്പോൾ അനുസരിച്ച് പാൽപ്പായസം കുടിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ ആത്മാവിന്. ഇതൊക്കെയാണ് നമ്മളല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ നമുക്ക് ഉണ്ടായി. അത് ഗീത എനിക്ക് വായിച്ചപ്പോഴല്ലേ അത് കിട്ടിയത്. അതുപോലെ ഓരോരുത്തരും ഗീത വായിക്കുമ്പോൾ നിങ്ങൾ സത്യമാണ് പറയണം. ഒരു തൊട്ട് വീട്ടിൽ വെച്ചത് വായിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും മാതാജി പറഞ്ഞാൽ ശരിയാണ്. ആദ്യം മനസ്സിലാവില്ല, അവര് ഇസ്കോൺ ഡിവോട്ടി ചെയ്തുകൊണ്ട് പറയണായിട്ട് വിചാരിക്കും. ഇത് എങ്ങനെ ഇസ്കോൺ ഡിവോട്ടി ആയിരുന്നതാണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ആത്മാവ് ആഗ്രഹിച്ച് നമുക്ക് അത് തന്നെ വന്ന് ചേർന്നു, അത് കിട്ടി, അത് വായിച്ചു ഉള്ളിൽ കയറി മനസ്സിലാക്കിയപ്പോഴാണ് നമുക്കത് ദൃഢമായിട്ട് മനസ്സിലായത്. ഒന്നിനും നമുക്ക് ഒരു പ്രശ്നത്തിൽ നമ്മൾ കുലുങ്ങില്ല. ഇനി എന്താണ്, അത് ഭഗവാന്റെ നിശ്ചയമാണ്. കൃഷ്ണ ഭഗവാൻ ഒരാളെ രക്ഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾ രക്ഷപ്പെട്ടിരിക്കും. ഒരാൾ മരിക്കാൻ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും രക്ഷപ്പെട്ട ഒരാൾക്കും കഴിയില്ല. ദുര്യോധനെ ഭഗവാൻ കൊല്ലാൻ തീരുമാനിച്ചു. ഇനി ദുര്യോധന്റെ അമ്മ വിചാരിച്ചിട്ട് നടന്നോ? കംപ്ലീറ്റ് ദുര്യോധന്റെ എല്ലാം കണ്ണുകെട്ട് മാറ്റിയിട്ട് ദുര്യോധനെ ഫുള്ളായിട്ട് ഒരു എനർജി കൊടുത്തില്ലേ. ഗാന്ധാരി മാതാവ് കണ്ണിൽ നിന്നൊരു ശക്തിയൊക്കെ ദുര്യോധന കൊടുത്തു. രക്ഷപ്പെട്ടോ? ഇല്ല. ഈശ്വരൻ നിശ്ചയിച്ചു അദ്ദേഹത്തിനെ കൊല്ലാൻ എന്തെങ്കിലും കാര്യമില്ല. അതാണ്. അപ്പൊ അതാണ് ആ ഒരു അർത്ഥം മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഭഗവാനെ സ്നേഹിക്കുക, അദ്ദേഹത്തിന്റെ നാമം ജപിക്കുക. അദ്ദേഹത്തിന്റെ നാമമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കലിയുഗത്തില് നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ പ്രത്യേകിച്ച് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ബാക്കി മന്ത്രങ്ങൾക്ക് ദോഷം ഉണ്ടായിട്ടല്ല, കലിയുഗത്തിൽ അത് എഫക്റ്റ് ആവില്ല. കലിയുഗത്തിന് ദോഷം കൂടുതലാണ്. മറ്റു മന്ത്രങ്ങൾക്ക് എഫക്റ്റ് ഇല്ല. നോക്കിക്കോളൂ, ഇത് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത്. ഇവൻ ഗായത്രി മന്ത്രം വളരെ ഉയർന്ന മന്ത്രം, പക്ഷെ ഗുരുവിൽ നിന്ന് കേട്ടാലേ അതിന് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ സ്വയം ജപിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച എഫക്റ്റ് കിട്ടില്ല. ഗായത്രി മന്ത്രം നമ്മുടെ ബ്രാഹ്മണ ദീക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും ഗായത്രി മന്ത്രം തരാറുണ്ട്. പക്ഷെ ഹരിനാമത്തിന് ഗുരുവിന്റെ ഉപദേശം ഇല്ലാതെ തന്നെ അതിന് എഫക്റ്റ് ഉണ്ട്. അതായത് അത് സമ്പൂർണ്ണ മന്ത്രമായതുകൊണ്ടാണ് അത് ജപിക്കാറുള്ളത്. എല്ലാം ജപിച്ചോളൂ, അതൊന്നും തെറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു മാല 108 തവണയെങ്കിലും ഒരു ദിവസം ഹരിനാമം ജപിച്ചിരിക്കണം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ജപിച്ചോളൂ. ലളിതാസഹസ്രനാമം എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട് അതൊക്കെ ജപിച്ചോളൂ. കൂടെ നമ്മൾ കൃഷ്ണനെ വിട്ട് കളിക്കരുത്. എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിനുള്ള ബേസ് ഇത് ചെല്ലാൻ നമുക്ക് തോന്നണ്ടേ, അതിനുള്ളതാണ് ഗീതയിൽ പഠിപ്പിക്കുന്നത്. പ്രഭുപാദ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗീത വായിക്കുക, നാമം ജപിക്കുക, എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഭാരതഭൂമിയിൽ ജനിച്ച ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് എല്ലാവർക്കും ഈ സംഭവം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഭഗവാനെ ഭാരതം പറഞ്ഞത് സ്പിരിച്വൽ ലാൻഡാണ്.
ഭഗവാനെ എത്തിക്കല് നമ്മുടെ ഭാരതത്തിൽ ജനിച്ച ഓരോരുത്തരും ജീവിക്കുന്നത്. മറ്റേ വെസ്റ്റേൺ കൾച്ചറിൽ ഈ ഒരു ഭഗവാൻ കുറവാണ്, ഈശ്വര ഭക്തി കുറവാണ്. നമ്മൾ വേണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കണ്ടേ പറഞ്ഞു കൊടുക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ പഠിക്കും. ഒരു 5 മിനിറ്റ് ഒരു സാറ് പറയുന്ന ഒരു ഹരിനാമം ചെല്ലാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे. ഉറക്കം പാടിക്കുള്ളൂ, കരയുന്ന കുട്ടിക്ക് പാടുള്ളൂ. കൃഷ്ണ ഉറക്കം വിളിച്ച് പാടാ. ഭഗവാന്റെ കേൾക്കണ്ടേ എന്നെ ആരും വിളിക്കുന്നു നോക്കട്ടെ. हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण
കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇങ്ങനെ കീർത്തനായിട്ട് ജപമായിട്ടൊക്കെ നമുക്ക് ചെല്ലാം. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെ കൃഷ്ണ തന്നെ 500 വർഷം മുമ്പ് ചൈതന്യ എന്നുള്ളൊരു ഭക്തന്റെ രൂപത്തിൽ ഇത് പ്രചരിപ്പിച്ചു. നവദ്വീപ് ബംഗാൾ മുഴുവനാണ്, ലോകം മുഴുവൻ ഇത് എന്റെ നാമം പ്രചരിക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഇതാണ് അദ്ദേഹം ചെല്ലാറുള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് നാമം ജപിക്കുക, എല്ലാവരും ജപിക്കുക. സന്തോഷം വരും തനിയെ. ഒരു അവസ്ഥ ഇത് അതീന്ദ്രിയമായതുകൊണ്ട് ഭൗതികമായ അവസ്ഥ ഇതിനെ ബാധിക്കില്ല. മറ്റേ നമുക്ക് സന്തോഷം വരെ നല്ല ഫുഡ് നല്ല സൗകര്യങ്ങളൊക്കെ ഇടണം. പക്ഷെ നാമജപത്തില് അതീന്ദ്രിയം വരുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. ഭക്തന് ഭഗവാനെ മാത്രം മതി. ആ ഒരു സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ ആരാണ്, നമ്മുടെ ആ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.